വിനയ്, നീ വന്ന ഉടനെ കിടക്കാനുള്ള പുറപ്പാടാണോ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? വേണ്ട. ഈ ഓർഡർ പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വിശന്നപ്പോ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. നിന്റെ മക്കളുടെ കാര്യം എന്തെങ്കിലും നീ അന്വേഷിച്ചോ? അവര് മരുന്ന് കഴിക്കുന്നുണ്ടോ, പനി കുറവുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഇവിടെ അതൊന്നും അറിയാത്തോണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനവും ഇല്ല. അതെ, അമ്മ ആവശ്യമില്ലാത്ത തല പോയിക്കുന്നോണ്ടാ. ചീരുവിന്റെ മക്കളുടെ കാര്യത്തില് അമ്മയേക്കാൾ ഉത്തരവാദിത്തമുള്ളവരുടെ കയ്യിലാണ് ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവര് കുഞ്ഞുങ്ങൾ ഒരു കുഴപ്പം വരാതെ നോക്കിക്കൊള്ളുന്നേ. എടാ, എന്നാലും നമുക്കൊരു കടമയില്ലേ വിനിയാ? നീയല്ലേ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചത്? അപ്പൊ അവരുടെ സുഖവിവരങ്ങളെങ്കിലും നീ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്റെ മാമ, എന്റെ ഈ ജോലി തിരക്കിനിടയിൽ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. ഇപ്പൊ രാത്രിയായില്ലേ, ഇനി ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചോളാം. വിളിച്ചു ചോദിച്ചാ പോരാ, നേരിട്ട് പോയി അന്വേഷിക്കണം. അല്ലെങ്കിൽ അവിടെ ഉള്ളവര് നീ നിന്റെ മക്കളെ അവിടെ കൊണ്ടുപോയി നടതള്ളിയാണെന്ന് കരുതും. അവരങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്വന്തം തള്ള കുട്ടികളെ ഇവിടെ കളഞ്ഞിട്ട് പോയതല്ലേ. കളഞ്ഞിട്ട് പോയെന്നോ? പിന്നെ എടാ, ചീരു അവളുടെ കൊച്ചുങ്ങളെ അവരുടെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ പോയത്. ആണോ? അങ്ങനെയാണെങ്കിലേ ഞാൻ അവരെ അവരുടെ അമ്മയുടെ വീട്ടിലാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്നം തീർന്നല്ലോ. അതിന് നീ പഞ്ചരത്നത്തിലല്ലോ അവരെ കൊണ്ടുപോയി വിട്ടത്, ദാസാറിന്റെ വീട്ടിലല്ലേ? പഞ്ചരത്നത്തിലുള്ളവരൊക്കെ ഇപ്പൊ ദാസാറിന്റെ വീട്ടിലാണല്ലോ കുടികിടപ്പ്. ചീരുവിന്റെ അച്ഛനും കൂടി അവിടെ ഉള്ളത് കൊണ്ടാ ഞാൻ പിള്ളേരെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചത്. അതിലൊരു കുഴപ്പമില്ല. സമയം കിട്ടുമ്പോ ഞാൻ അവരെ അവിടെ പോയി കണ്ടോളൂ. അത് മതിയല്ല. നീ അങ്ങനെ ബുദ്ധിമുട്ടി പോണമെന്നില്ല. നാളെ രാവിലെ ഞാനും ഏട്ടനും കൂടി പോയി മക്കളെ കണ്ടോളാം. അതുവരെ നീ നിന്റെ മോനെ നോക്കി ഇവിടെ ഉണ്ടായാ മതി. അതൊന്നും ശരിയാവില്ല. എനിക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ള വിജയമോനെ നോക്കാൻ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം. അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി വേറെ എന്തും. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ വിനിയാ? ആർച്ചമോളെയും ഭദ്രമോളെയും നീ ഹോസ്പിറ്റൽ നേരെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? അവർക്ക് മാറ്റി കൊടുക്കാൻ ഒരു ഉടുപ്പ് പോലും നീ അവിടെ കൊണ്ടുപോയി കൊടുത്തോ? എടാ, തൽക്കാലം ലച്ചുമോളുടെ ഉടുപ്പുകളൊക്കെ വെച്ച് അമ്പിളി അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും അവർക്കതൊരു ബുദ്ധിമുട്ടല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യും, പിള്ളേരുടെ ഡ്രസ്സും മറ്റുമൊക്കെ ഒരു ബാഗിലാക്കി രാവിലെ തന്നെ എന്റെ വണ്ടിയിലോട്ട് എടുത്ത് വെക്കും. ഞാൻ അതുവഴി പോകുമ്പോ അവിടെ കൊടുത്തോളാം. എന്നാലും നീ ഞങ്ങളെ മക്കളെ ഒന്ന് കാണാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല, അമ്മയും മാമനും ആ വീട്ടിൽ പോയി അവരെ കാണണ്ട. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് താലോലിക്കാനും വളർത്താനും വേറൊരു കുഞ്ഞിവിടെ ഉണ്ടല്ലോ, അത് മതി. എനിക്ക് ലൈറ്റ് അടിച്ച് കിടക്കണം. അമ്മയും മാമനും പോയി വല്ലതും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. പോ വാലതികെ, ഇവരോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയൊന്ന് പോയി കിടന്നേ പോ. എന്തൊരു കഷ്ടാണെന്ന് നോക്കണ ദൈവമേ. രണ്ട് പിള്ളേരുണ്ട്, ശല്യങ്ങൾ. ഒരു ദോശ കൂടെ കിട്ടി. വിനയം തിരിച്ചു വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവൻ ആരാ മോൻ? ചീരുവിനോട് പകരം വീട്ടാൻ അവന്റെ 2 പെൺമക്കളുടെ ഉത്തരവാദിത്തം നമ്മുടെ തലയിൽ വെച്ച് നിന്നിട്ട് അവൻ മുങ്ങി. അച്ഛൻ പക്ഷെ അവൻ പറഞ്ഞതൊക്കെ അങ്ങ് വിശ്വസിച്ചു. ലച്ചുമോളെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷവും അച്ഛൻ പറഞ്ഞത് വിനയം വരുമെന്ന. ഞാനത് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അമ്പിളി. വിനയൻ തിരിച്ചു വന്നാലും ഭദ്രമോളെയും ആർച്ചമോളെയും ഇവിടുന്ന് അവൻ കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ മാത്രമുള്ള പനിയൊന്നും കുട്ടികൾക്കുണ്ടായിരുന്നില്ല. ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും വിനയൻ അവന്റെ പെൺമക്കളെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അപ്പൊ പിന്നെ ഇന്നവ മക്കളെയും കൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു നാടകം കളിച്ച് എന്തിനാണെന്ന് അതൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അവന്റെ ഉദ്ദേശം 3 മക്കളെയും കൈയൊഴിയാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. അമ്മാവ, അവന് വേണ്ടി അവൻ പൊക്കോട്ടെ. ചീരുവിന്റെ മക്കളെ ഞങ്ങൾ വളർത്തും, അല്ലേ അമ്പിളി?
അതെ അച്ഛാ, അത് നമ്മുടെ കടമയല്ലേ. പക്ഷെ വിനയം കാണിച്ചത് ഒട്ടും ശരിയായില്ല. അവൻ കാര്യം പറഞ്ഞിട്ട് മക്കളെ ഇവിടെ ഏൽപ്പിക്കണമായിരുന്നു. ഇതിപ്പോ നമ്മളൊക്കെ വിഡ്ഢികളാക്കി അവൻ ജയിച്ചതുപോലെയാണ്. അവൻ ജയിച്ചുവെന്ന് അവന് മാത്രമേ തോന്നുള്ളൂ അമ്മി. വിനയനെ ശരിക്കും അറിയാവുന്ന നിനക്ക് ഒരിക്കലും അങ്ങനെ തോന്നാനേ പാടില്ല. വിനയൻ അവന്റെ പഴയ സ്വഭാവം വീണ്ടും പുറത്തെടുക്കാണെന്നൊരു സംശയം രഘു. അവനെ നമ്മൾ ഇനി സൂക്ഷിക്കണം. ഒരു കണക്കിന് ആർച്ചമോളെയും ഭദ്രമോളെയും അവൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത് നന്നായി. ഇല്ലെങ്കിൽ ആ മക്കൾ അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. അതമ്മ പറഞ്ഞ ശരിയാ. വിനയനല്ലെങ്കിലും പെൺമക്കളെ ഇഷ്ടമല്ലല്ലോ. പിന്നെ ചീരു പോയ സ്ഥിതിക്ക് അവളുടെ പെൺമക്കളെ അവൻ ശത്രുവായിട്ടേ കാണും. എന്തായാലും ഇനി അവരോട് നിൽക്കട്ടെ അമ്മ. ലച്ചുമോൾക്ക് 2 അനിയത്തിമാർ കൂടി ഉണ്ടെന്ന് കരുതാം. കുറച്ച് ദിവസത്തേക്കൊക്കെ മതി രഘു. മഞ്ചാടിയുടെ പരീക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾ പഞ്ചരത്നത്തിലേക്ക് പോവും. അപ്പോ ചീരുവിന്റെ മക്കളെയും കൂടി ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അത് നല്ലതാ അച്ഛാ. അവിടെ ആവുമ്പോ വിനയനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ അമ്മ മഞ്ചാരിയുടെ റിസൾട്ട് വന്നാൽ വേറെ എന്തെങ്കിലും കോഴ്സിൽ ചേരില്ലേ? കുഞ്ഞുങ്ങളെ നോക്കാൻ അവളെപ്പോഴും പഞ്ചരത്നത്തിൽ ഉണ്ടാവുമോ? അതപ്പം ആലോചിക്കേണ്ടി രഘു. ഇതൊന്നും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ.